പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ആമേൻ. വേഗത്തിൽ ഒരു വചനത്തിലോട്ട് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 9:13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ബൈബിൾ എടുത്താട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നു: അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകും. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അതിൻ്റെ 22-ാമത്തെ വാക്യം: ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. ഹല്ലേലൂയ. എന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ സൺഡേയിൽ ദൈവത്തിൻ്റെ ആത്മാവ് സഭയുടെ മുമ്പിൽ, ദേശത്തിൽ ഉള്ള ദൈവസഭയുടെ മുമ്പിൽ ദൈവം തുറന്ന ഒരു ദൈവിക സന്ദേശമാണ് ഗോഡ്സ് വിഷൻ. ദൈവത്തിൻ്റെ വിഷൻ. നിങ്ങളായിരിക്കുന്നിടത്ത് കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിങ്ങൾ ഒന്ന് പറഞ്ഞാട്ടെ, ഗോഡ്സ് വിഷൻ. പറ, ഗോഡ്സ് വിഷൻ. ദൈവത്തിൻ്റെ വിഷൻ. ആമേൻ. ദൈവത്തിൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ വിഷൻ. ആമേൻ. ഒരുവന്റെ മേൽ, ഒരു സഭയുടെ മേൽ, ഒരു അഭിഷക്തന്റെ മേൽ, ദൈവജനത്തിൻ്റെ മേൽ ദൈവത്തിന് ഒരു വിഷനുണ്ട്. ആമേൻ. ആമേൻ. കഴിഞ്ഞ സൺഡേയും പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ വിഷൻ, നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ വിഷൻ സാധാരണമല്ല, അത് അസാധാരണമാണ്. ദൈവത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട അന്ന് മുതൽ ഒരു സഭയിൽ വന്നു. എല്ലാ വെള്ളിയാഴ്ച, ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുത്തു. ഉപവാസ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ ഉപവാസ പ്രാർത്ഥനകൾ പങ്കെടുത്തു. കൺവെൻഷൻ ഉണ്ടെങ്കിൽ കൺവെൻഷനിൽ പങ്കെടുത്തു. അതിൽ ശുശ്രൂഷകൾ അനുഭവിച്ചു.
ആത്മാവിൽ ആരാധിച്ചു, സ്തുതിച്ചു, പാടി തിരികെ ഭവനത്തിൽ പോയി ഇരിക്കുന്നതല്ല ഒരുവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു സീസൺ വരെ യെരുശലേമിലുള്ള ദൈവജനം ഇതുപോലെ പോയി. അപ്പോസ്തലന്മാർ ശുശ്രൂഷിക്കും, ആ ശുശ്രൂഷകൾ അനുഭവിക്കും, അവർ ഭവനത്തിൽ മടങ്ങിപ്പോകും. പക്ഷെ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ ദൈവം യെരുശലേമിൽ നിന്ന് ദൈവജനത്തെ ഒന്ന് ഇളക്കി. ആമേൻ. അവരെ പല ഭാഗങ്ങളിലേക്ക് ചിതറിച്ചു. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അന്നുവരെ ആരാധനയെ പങ്കെടുക്കും, സാക്ഷ്യം പറഞ്ഞു, സാക്ഷ്യം പറയും, സ്തോത്രകാഴ്ചയിടും, ഇരിക്കും, മടങ്ങിപ്പോകുന്ന വ്യക്തികൾ എപ്പോൾ ദൈവം അവരെ യെരുശലേമിൽ നിന്ന്, വചനം പറയുന്നു, സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവായി ജനം ചിതറിപ്പോയി. പക്ഷെ അതൊരു ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ആമേൻ. യെരുശലേമിൽ മാത്രം ഒതുങ്ങാനല്ല സഭയെക്കുറിച്ച് ദൈവത്തിന്റെ കാഴ്ചപ്പാട്. അത് യെരുശലേമിൽ നിന്നും യഹൂദിയിലേക്കും, യഹൂദിയിൽ നിന്ന് ശമരിയിലേക്കും, ശമരിയിൽ നിന്ന് ലോകത്തിന്റെ അറ്റത്തോളം അത് പടരുക എന്നതായിരുന്നു. പക്ഷെ യെരുശലേമിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടിരുന്ന സഭയെ, ദൈവജനത്തെ, വചനം പറയുന്നു, അടുത്തൊരു സീസണിൽ അവർ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സഭയ്ക്കകത്ത് ഒതുക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായി മാത്രം ഇരിക്കാതെ അതിനപ്പുറം ദേശത്തിനകത്ത് ചെന്ന് അനേക ഇടങ്ങളിൽ അവർ കേട്ട സുവിശേഷത്തെ പ്രസംഗിച്ചു തുടങ്ങി. ആമേൻ. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്യുമ്പോൾ, അവർ അന്തോക്യയിലെത്തിയപ്പോൾ അവർ ജാതികളോടും സുവിശേഷം അറിയിച്ചു. ദൈവത്തിന്റെ കരം അവരോട് കൂടെയിരുന്നു. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, അവർ മുഖാന്തരം അന്തോക്യയിൽ ഉണർവുണ്ടായി. ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചന, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ ഈ ദേശത്തിൽ പ്രയോജനമായി തീരണം. നീ ദൈവത്തിന്റെ ദൈവരാജ്യം ദേശത്തിൽ ഒരുക്കുന്ന ഉണർവുകൾക്ക് കാരണക്കാരനായി മാറണം. Hallelujah. Praise the Lord. Amen. Amen. ഇതാ ദൈവത്തിന്റെ വിഷൻ. ആമേൻ. നോക്കിക്കേ, അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിച്ചു, 9-ാം അധ്യായത്തിൽ വായിച്ചു, അപ്പോസ്തലനായ പൗലോസിനെയും അനന്യാസിനെയും അവിടെ കാണിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ദൈവജനത്തെ നശിപ്പിക്കാൻ വേണ്ടി അവൻ ഓടി വരുമ്പോൾ, കുതിരപ്പുറത്തു വരുമ്പോൾ യേശുവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായി. ആ എൻകൗണ്ടറിനകത്ത് അവൻ പറയുകയാണ്, സൂര്യനേക്കാൾ പ്രകാശമുള്ള വലിയൊരു വെളിച്ചത്തെ ഞാൻ കണ്ടു. ഈ സീസണിൽ ചില ഭവനങ്ങൾ ഈ വെളിച്ചവുമായി എൻകൗണ്ടറിലേക്ക് പോകാൻ പോവുകയാണ്. ചില അഭിഷക്തന്മാർ ഈ ഒരു എൻകൗണ്ടറിലേക്ക് പോകാൻ പോവുകയാണ്. ചില സഭകൾ നിങ്ങളുടെ ആരാധനകൾക്കകത്ത് ഇങ്ങനൊരു എൻകൗണ്ടർ ഉണ്ടാകാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ.
തലമുറകൾ ഈ ഒരു എൻകൗണ്ടറിലേക്ക് ഈ സീസണിൽ പോകാൻ പോവുകയാണ്. ആത്മാവ് പ്രവചിക്കുന്നു. പ്രാർത്ഥിക്കുക. ഈ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? ഓൺലൈനിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? ഈ അന്തരീക്ഷത്തിൽ എൻകൗണ്ടർ നിങ്ങളിന്മേൽ സംഭവിക്കാൻ പോകുന്നെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. ഈ എൻകൗണ്ടർ വെറുതെ അല്ല. എന്നെ കേട്ടോണേ, ഈ എൻകൗണ്ടർ വെറുതെ ഉള്ളതല്ല. ഈ എൻകൗണ്ടർ നിന്റെ മേലുള്ള ദൈവത്തിന്റെ വിഷനെ തുറക്കാൻ പോകുന്നതാണ്. ഈ എൻകൗണ്ടറിൽ നീ തുറക്കപ്പെടാൻ പോവുകയാണ്. Hallelujah. Come on. Receive it right now. Seprakatalaba. Viviriante. Urariana la 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 la. Ramana veriano. Nakatala tala tala. Likiniana tala. എൻകൗണ്ടർ ഉണ്ടായ മനുഷ്യനെ കുറിച്ച് വചനം പറയുന്നു. അവന്റെ അടുക്കലോട്ട് അനന്യാസ് എന്ന് പറയുന്ന കർത്താവിന്റെ ശിഷ്യനെ അയക്കുകയാണ്. അനന്യാസ് വരുന്നത് വെറുതെ അല്ല, കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടാ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അനന്യാസ് വരുന്നത് കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടാ. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടാ. ഓൺലൈനിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ആത്മാവിൽ ഞാൻ നിങ്ങളോട് വീണ്ടും സംസാരിക്കുകയാണ്. ഞാൻ കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടാ സംസാരിക്കുന്നത്. അനന്യാസിന്റെ മുമ്പിൽ പൗലോസിനെ കുറിച്ചുള്ള വിഷനെ വെളിപ്പെടുത്തുകയാണ്. അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചാട്ട്. 9-ാം അധ്യായം 15, അപ്പോസ്തല പ്രവൃത്തികൾ 9:15. കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. മതി മതി. അപ്പോസ്തലനായ പൗലോസിന് ഈ വെളിച്ചവുമായി, തേജസ്സിന്റെ ബ്രൈറ്റ്നസ് ഓഫ് ഗോഡ്സ് ഗ്ലോറിയുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായി. ആ
എൻകൗണ്ടറിനകത്ത് അവൻ അപ്പോസ്തലനായ പൗലോസിന്റെ മേൽ ഒരു വിഷൻ തുറക്കപ്പെടുകയാണ്. ആമേൻ. ദൈവത്തിന്റെ വിഷൻ തുറക്കപ്പെടുകയാണ്. എന്താ വിഷൻ? അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ആമേൻ. ദൈവത്തിന്റെ വിഷൻ ചെറുതല്ല. ആമേൻ പറ. ദൈവത്തിന്റെ വിഷൻ ചെറുതല്ല. ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ വിഷനെ വെളിപ്പെടുത്തി കാണിക്കുകയാണ്. അവൻ എൻ്റെ നാമം വഹിച്ചുകൊണ്ട് ജാതികളുടെ അടുക്കൽ പോകണം. അവൻ എൻ്റെ വിഷൻ വഹിച്ചുകൊണ്ട് അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ പോകണം. ഓ, ആത്മാവ് പ്രവചിക്കുകയാണ്. ഈ സീസണിൽ പൊളിറ്റീഷ്യന്മാരെ തൊടുന്ന ചിലർ ഈ ഒരു വിഷനോടെ ആത്മാവ് അവരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ആ വിഷൻ നിന്റെ മേൽ തുറക്കപ്പെടുകയാണ്. ഓ, യേശുവേ, രാജാക്കന്മാരെ തൊടുന്ന അനോയിന്റിംഗ് നിന്റെ മേൽ ഇപ്പോൾ സ്വർഗ്ഗം പകരുകയാണ്. Receive it right now. Libra thala mashanthala varthala udagala gadagala gadagala dhiri adhala balaga സ്വീകരിക്കുക, സ്വീകരിക്കുക. നീ രാജാക്കന്മാരെ തൊടും, നീ മന്ത്രിമാരെ തൊടും. ഓ ഓ, ലാബ്രാ ഥാ 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 ബസിയാ ഥലേ ഉടഗല ഗടഗല ഗടഗല ഗടഗ സീ ബ്രാഥാ ലാ ബാ 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 ബാ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞാൻ ആത്മനിയോഗത്തോടെ ഇപ്പോൾ അനോയിന്റിംഗ് അതിനെ തുറക്കട്ടെ. അനോയിന്റിങ്ങിനെ പകരുന്നു, അനോയിന്റ് ചെയ്യുന്നു, അനോയിന്റ് ചെയ്യുന്നു, അനോയിന്റ് ചെയ്യുകയാണ്. ഏറ്റെടുക്ക, ഏറ്റെടുക്ക. ഈ അന്തരീക്ഷത്തിൽ പ്രവചിക്കുക. Hallelujah. 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 നിന്റെ മുമ്പിൽ ജാതികൾ മുട്ടുമടക്കാൻ പോകുന്നു. പ്രവചിക്കുക, പ്രവചിക്കുക. ശാലോമേ, നിന്റെ മുമ്പിൽ ജാതികൾ മുട്ടുമടക്കും. ഓ സഖതലബ, മുട്ടുമടക്കം. നോർത്ത് ഇന്ത്യ നിനക്കായി ഓപ്പൺ ആകാൻ പോവുകയാണ്. സ്വീകരിച്ചോ. ലാമ ഥേനിയ ഥരിയ ലബ്രഥാലിയ യബ്രകതലമന റകസതറബ സിയാതലബ റകിസ്മാനിയ ഥരബ റികിൽ മനോഷിയാനബ റിസ്മാതിലിമിനിയോസ് പ്രഖോലിയ ഥലബേലിയ ഥര ഉടഗര ഗടഗമന ധുരിവിരിവിൽ കമന ഗടഗജന റകിൽ മാനക ദൂരക ജാലക ധീരമനം ഥലദേരെ. ജാതികൾ
നിന്റെ മുമ്പിൽ മുട്ടുകുത്തും. ദൈവശബ്ദം നിങ്ങളോട് പ്രവചിക്കുകയാണ്. ഏറ്റെടുത്തോ. ആയിരിക്കുന്ന ഇടത്ത് ഏറ്റെടുത്തോ. ചിലരുടെ മുമ്പിൽ കൊട്ടാരങ്ങൾ ഓപ്പണായി വരാൻ പോകുന്നു. കൊട്ടാരങ്ങളുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുന്നു. എന്റെ നാമം വഹിച്ചുകൊണ്ട് നീ അവിടെ പോകും. ജീസസ് ലാമാ തേരിയാനബ റാഖിനവനഗസിയാന്തര. ഞാൻ ആ പ്രവാചക അധികാരത്തിൽ നിങ്ങളെ നോക്കി പ്രവചിച്ച് അതിന്റെ ഡോറുകളെ ഞാൻ തുറക്കുകയാണ്. Receive it right now. Jesus. Oh. Powerful. Oh, Rama Shatala Mayatalabosh. Rakila Managashiolos. Ibrakalamosia. Yulakania Tere. Oh, Yeshua. ഐസക് ജനറേഷനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷയം. നീ ജാതികളെ തൊടും, നീ രാജാക്കന്മാരെ തൊടും, നീ രാജ്യങ്ങളിൽ എന്റെ നാമം വഹിക്കൂ. സ്വീകരിക്കുക. Reach me out there, Managasi out there. Oh. Zikamayana. Amen. Amen. അപ്പോസ്തലനായ പൗലോസിന്റെ മേലുള്ള ദൈവത്തിന്റെ വിഷൻ, പൗലോസ് എന്റെ നാമം വഹിച്ചുകൊണ്ട് ജാതികളുടെ മുമ്പിലും രാജാക്കന്മാരുടെ മുമ്പിലും ഇസ്രായേൽ മക്കളുടെ മുമ്പിലും നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ മറ്റൊരു കാര്യം, അവൻ ആ വിഷനിനകത്തേക്ക് പോകണമെങ്കിൽ അവൻ ആ വിഷനിലേക്ക് പോകാൻ വേണ്ടി അതിനു മുന്നമേ അവന്റെ മേൽ ഒരു കാര്യം സംഭവിക്കണം. അതിനുവേണ്ടി ദൈവം കർത്താവായ യേശുക്രിസ്തു അനന്യാസ് എന്ന
ശിഷ്യനെ പൗലോസിന്റെ അടുക്കൽ അയക്കുകയാണ്. അവന്റെ മേലൊരു അസാധാരണ വിഷനുണ്ട്. പക്ഷേ ആ വിഷനിനകത്തേക്ക് അവൻ പോകണമെങ്കിൽ അതിനു മുന്നമേ അവന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി നടക്കണം. കാരണം എന്താണെന്നറിയാമോ? വിഷൻ ഉള്ളവൻ കഴിഞ്ഞ 3 ദിവസമായി കണ്ണ് കാണാൻ കഴിയാത്തവനായി ഇരിക്കുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. വിഷൻ അകത്തുണ്ട്, പക്ഷെ പുറത്ത് മുഴുവൻ മൂടപ്പെട്ടിരിക്കുകയാണ്. നിന്റെ അകത്ത് കാഴ്ചപ്പാടുണ്ട്, പക്ഷെ നിന്റെ പുറമേയുള്ള അന്തരീക്ഷം മൂടപ്പെട്ടിരിക്കുകയാണ്. ആത്മാവ് പ്രവചിക്കുകയാണ്, നിന്റെ അകത്തു വിഷനുണ്ടായിട്ടും പുറമെ അടയപ്പെട്ടവനായിരിക്കുന്ന നിന്നെ ഇന്നു പകലിൽ അൺലോക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് അൺലോക്കിങ്ങിന്റെ സമയം, ഇത് അൺലോക്ക് ചെയ്യപ്പെടുന്ന സമയം. നിന്റെ അകത്ത് ദൈവത്തിന്റെ വിഷനുണ്ടെങ്കിലും പുറമെയുള്ള അന്തരീക്ഷങ്ങൾ അടയപ്പെട്ടിരിക്കുന്ന നിന്നെ ഇന്നു പകലിൽ ഹോളി സ്പിരിറ്റ് ഡെലിവർ ചെയ്യുകയാണ്. പൗലോസേ, അസാധാരണ നിയോഗമുള്ളവനെ, അസാധാരണ വിളിയുള്ളവനെ, അസാധാരണമായ അതോറിറ്റി ഉള്ളവനെ, ദൈവത്തിന്റെ വിഷം പ്രാപിച്ചവനെ, നിന്റെ പുറമെ ഒതുക്കി വെച്ചിരിക്കുന്ന സകലതും ഇന്ന് പകലിൽ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. അത് ബ്രേക്ക് ആവുകയാണ്. നിന്നെ പുറമെ നിന്നെ ഒതുക്കി വച്ചിരിക്കുന്ന സകലതും ഇന്ന് പകലിൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഡെലിവർ ആകട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഡെലിവർ ആകട്ടെ, ഡെലിവർ ആകട്ടെ, ഡെലിവർ ആകട്ടെ, ഡെലിവർ ആകട്ടെ, ഡെലിവർ ആകട്ടെ, ഡെലിവർ ആകട്ടെ, ഡെലിവർ ആകട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അഭിഷക്തനെ എൻ്റെ മേൽ ദൈവം തൻ്റെ കാഴ്ചപ്പാടുകൾ നൽകിയിട്ടുണ്ട്. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. പക്ഷേ അതോറിറ്റി എൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. എൻ്റെ മേൽ അസാധാരണമായ കോളിംഗ് ഉണ്ട്. ഞാൻ അതെപ്പോഴും കേൾക്കുന്ന വ്യക്തിയാണ്. ഏത് പ്രവാചകൻ വന്നാലും എൻ്റെ മേൽ അത് പ്രവചിച്ചിട്ട് ഇട്ടൊരു പോകുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ എൻ്റെ ആത്മമനുഷ്യൻ അതിശക്തമായി ആരാധിക്കുന്നുണ്ട്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞിട്ടും അഭിഷക്തനെ എനിക്ക് പുറത്തു വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആരെങ്കിലും എന്നെ ഈ സമയം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയാണ് ഇന്ന് പകലിൽ എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത്. കാലഘട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ നിന്റെ അകത്ത് കടന്നിട്ട്
അനേകം പുത്രന്മാരെ പുത്രിമാരെ എഴുന്നേൽപ്പിക്കാനുള്ള നിയോഗം നിന്റെ മേൽ കടന്നിട്ടു. അസാധാരണമായ അഭിഷേകം നിന്റെ മേൽ ഉണ്ടായിരുന്നിട്ടും നിന്നെ പുറമേ ഏതോ മേഖലയിൽ ലോക്ക് ചെയ്തു വച്ചേക്കുകയല്ലേ. ഈ അന്തരീക്ഷത്തിൽ എന്നിൽ വച്ചിരിക്കുന്ന പ്രവാചക അധികാരത്തിൽ ഞാൻ നിന്നെ നോക്കി പ്രവചിച്ച അതിനെ അൺലോക്ക് ചെയ്യുകയാണ്. സ്വീകരിക്കുക, സ്വീകരിക്കുക. ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. കൂട്ടമായി അൺലോക്കിംഗ് നടക്കുന്നു. നിന്നെ ഒതുക്കി വച്ചിരുന്ന ഫിസിക്കൽ റലത്തിനകത്തുള്ള രോഗമാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, കടമാകട്ടെ, ഭയമാകട്ടെ, ഉൾവലിവുകളാകട്ടെ, കോൺഫിഡൻസ് ഇല്ലായ്മകളാകട്ടെ, എന്തു തന്നെയാകട്ടെ, ഈ പകലിൽ നാസറേനായ യേശുവിന്റെ നാമത്തിൽ അതിനെ അൺലോക്ക് ചെയ്യുകയാണ്. യേശുവേ, യേശുവേ, ഓ ലക്കിനദിയ ലുക്കിമാനിയാരാരാരാതെ. കർത്താവേ, ഇപ്പോൾ ഈ അന്തരീക്ഷത്തിൽ അൺലോക്കിങ്ങുകൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ വിഷൻ അവൻ 10 പട്ടണങ്ങളെ പിടിക്കണമെന്നുള്ളതായിരുന്നു. ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഒരു മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ അവന്റെ ഒരൊറ്റ സാക്ഷ്യത്തിനകത്ത് 10 പട്ടണങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി തുറക്കണമെന്നായിരുന്നു. പക്ഷേ അവന്റെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ 10 പട്ടണങ്ങളെ തുറക്കേണ്ടവൻ അടയ്ക്കപ്പെട്ടവനായി ഗദര ദേശത്തിനകത്ത് ആമേൻ 6000 ഭൂതങ്ങൾ ബാധിച്ച ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാതെ ജനത്തെ ഉപദ്രവിച്ചുകൊണ്ട്, ജനത്തിന്റെ മേൽ ഉപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് കാടുകളിലേക്ക് ഓടിപ്പോവുകയും കല്ലറകളിൽ വന്ന് ഉറങ്ങുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഒറ്റ സാക്ഷ്യം കൊണ്ട് 10 പട്ടണങ്ങളെ പിടിക്കേണ്ടവൻ ഇന്ന് ലോക്കാണെന്ന പൈശാചിക രാജ്യം അവനെ ലോക്ക് ചെയ്തിട്ടേക്കുന്ന. എന്നാൽ അവനു വേണ്ടി ഒരു ടൈം തുറക്കപ്പെട്ടു. അവനു വേണ്ടി ഒരു ടൈം തുറക്കപ്പെട്ടു. ഇന്ന് എന്നെ കേൾക്കുന്ന ആരോ ഒരാളുടെ ഭവനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇനി കാണാൻ, ഈ ലൈവ് കാണാൻ വേണ്ടി ഇരിക്കുന്ന ഏതോ ഒരു ഭവനവുമായി ബന്ധപ്പെട്ട, ആ ഭവനത്തിൽ ഒരു തലമുറയുമായി ബന്ധപ്പെട്ട ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഇന്ന് വീട്ടുകാരുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ അവൻ ആൽക്കഹോളിക്കാണ്.
അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനാണ്. ഞാൻ കാണുന്നു അവന്റെ ശരീരത്തിൽ ചില മുറിപ്പാടുകൾ ഞാൻ കാണുകയാണ്. ആര് പറഞ്ഞിട്ടും കേൾക്കാത്ത ഒരു തലമുറ. കുടുംബമേ, നിങ്ങൾക്ക് വേണ്ടി ഈ സീസൺ തുറക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ടൈമാണിത്. ഈ ടൈമിൽ നിങ്ങൾക്ക് ആത്മാവിൽ കണക്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. നിന്റെ തലമുറ പട്ടണങ്ങളെ പിടിക്കാൻ, രാജ്യങ്ങളെ പിടിക്കാൻ, ജാതികളെ തുടങ്ങാൻ, രാജാക്കന്മാരെ തൊടാൻ അവനെ കർത്താവ് ഈ സീസണിൽ തൊടാൻ പോവുകയാണെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. കരകളെ തട്ടി, കരകളെ തട്ടി. ഇനില സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഈ പ്രവചന ശബ്ദം ദേശങ്ങളോടുള്ളതാണ്. ദേശങ്ങൾക്കകത്ത് ദൈവം മുൻപേ കണ്ടുപോയ ചിലത് ഇന്ന് ലോക്കഡായിട്ടിരിക്കുകയാണ്. ആൽക്കഹോളിനോ ലോക്കഡായിട്ടാണ്, അശുദ്ധികൾക്ക് ലോക്കഡായിട്ട്, പാപങ്ങൾക്ക് ലോക്കഡായിട്ട്, ദൈവഹിതമല്ലാത്തതിന് ലോക്കഡായിട്ട് പൈശാചിക മേഖല അവനെ ഒതുക്കി വച്ചിരിക്കുമ്പോൾ ഇന്ന് പകലിൽ എന്നിൽ വച്ചിരിക്കുന്ന പ്രവാചക അധികാരത്തിൽ ഞാൻ കേട്ട ദൈവശബ്ദത്തെ ആ വ്യക്തികളുടെ മേൽ ഞാൻ പ്രവചിച്ചയക്കുകയാണ്. അവർ തുറക്കപ്പെടട്ടെ. ദൈവത്തിന്റെ വിളി ഉണ്ടായിട്ടും, ദൈവത്തിന്റെ വിഷൻ ഉണ്ടായിട്ടും അടയ്ക്കപ്പെട്ട തലമുറകളെ, കുടുംബമേ, വ്യക്തി ജീവിതങ്ങളെ ഈ നിമിഷം അധികാരമുള്ള യേശുവിൻ നാമത്തിൽ തുറന്നു വരിക. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ലീ പ്രാർത്ഥന ശാഖാചാലമായ റസ്മിയാതരെ ലോരിയാതരിയാലോ നസിഖാലിയാനമാനദാരദാരദാരെ. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ഈ അന്തരീക്ഷത്തിൽ ലോക്കായിരുന്നത് അൺലോക്കാകാൻ പോകും. പ്രാർത്ഥിച്ച് അനന്യാസ് അവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ അവനെ ലോക്ക് ചെയ്തത് ചെതുമ്പൽ പോലെ വീണു വീണു വീണു. അവന്റെ കണ്ണിനെ അത്രയും നാൾ ലോക്കാക്കി വച്ചിരുന്നത് വീണു. ഈ പകലിൽ ദൈവത്തിന്റെ ആത്മാവിൽ പ്രവചിക്കുകയാണ്. നിന്റെ വിഷനിലേക്ക് നിന്നെ എത്തിക്കാതെ വണ്ണം ലോക്ക് ചെയ്തു വെച്ച എന്തു തന്നെയാണെങ്കിലും ഈ പകലിൽ അത് നിന്നിൽ നിന്ന് വീണു പോകാൻ പോവുകയാണ്. നിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് വീഴാൻ പോവുകയാണ്. അത് വീഴാൻ പോകുന്നു, വീഴാൻ പോകുന്നു. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഓൺലൈനിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥിച്ചോ. രോഗികളായ ആരെങ്കിലും ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ചോ. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുക, പ്രാർത്ഥിക്കാൻ പോവുക. ഏതെങ്കിലും കടബാധ്യതയ്ക്കകത്ത് ആരെങ്കിലും അകപ്പെട്ടിരിപ്പുണ്ടെങ്കിൽ, ആ പേപ്പറുമായിട്ടൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ പേപ്പറിനെ എടുത്തു വെച്ചോ. പ്രാർത്ഥിക്കാൻ പോവുക, അൺലോക്കാകാൻ പോവുക. നീ ദൈവത്തിന്റെ വിഷനിലേക്ക് തുറക്കപ്പെടാൻ പോവുക. ഒന്ന്, ദൈവത്തിന്റെ വിഷൻ തുറക്കപ്പെട്ടു. രണ്ട്,
ദൈവത്തിന്റെ വിഷനിലേക്ക് നീ തുറക്കപ്പെട്ടു. ഈ പകലിൽ നിന്നെ ദൈവം തുറക്കുകയാണ്. തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥിക്കുക. ആത്മാവിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആയിരിക്കുന്നിടത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നീ അൺലോക്ക് ആകാൻ പോകുക. നിന്റെ കുടുംബം അൺലോക്ക് ആകാൻ പോകുക. നിന്റെ തലമുറകൾ അൺലോക്ക് ആകാൻ പോകുക. നിന്റെ ദേശത്തിനകത്ത് ആമേൻ ആമേൻ ലോക്കഡായിരിക്കുന്ന ദൈവിക വിഷനുള്ള വ്യക്തികൾ അൺലോക്ക് ആകാൻ പോവുകയാണെന്ന്. ഓ യേശുവേ, കർത്താവേ, ഇന്ന് പകലിൽ ദൈവത്തിന്റെ വിഷൻ തുറക്കപ്പെടട്ടെ. ഞാൻ കേട്ട ദൈവശബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവേ, ഈ ദൈവശബ്ദത്തെ അങ്ങയുടെ ജനത്തിന്റെ മേൽ ഞാൻ പകരുകയാണ്, സഭയുടെ മേൽ പകരുകയാണ്, അഭിഷക്തന്മാരുടെ മേൽ പകരുകയാണ്. തുറക്കപ്പെടട്ടെ, ദൈവിക വിഷൻ തുറക്കപ്പെടട്ടെ. ദൈവത്തിന്റെ വിഷനുള്ള മിഷൻ ചെയ്യട്ടെ. ദൈവത്തിന് വേണ്ടി അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നല്ല, അതിനപ്പുറം ദൈവം ഒരുവന്റെ മേൽ എന്താണോ പദ്ധതി വെച്ചിരിക്കുന്നത് ആ പദ്ധതിക്കനുസരിച്ച് അവന്റെ മിഷനെ കംപ്ലീറ്റ് ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വിഷൻ തുറക്കപ്പെടട്ടെ. ദൈവത്തിന്റെ വിഷൻ തുറക്കപ്പെടട്ടെ. കർത്താവേ, ദൈവത്തിന്റെ വിഷൻ തുറക്കപ്പെടുമ്പോൾ തന്നെ ദൈവത്തിന്റെ വിഷൻ ലഭിക്കപ്പെട്ടവർ തുറക്കപ്പെടട്ടെ. In the name of Jesus Christ of Nazareth. ദൈവത്തിന്റെ വിഷൻ പ്രാപിച്ച് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കാലങ്ങൾ കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന അഭിഷക്തന്മാർ ഈ പകലിൽ തുറക്കപ്പെടട്ടെ. കുടുംബങ്ങൾ തുറക്കപ്പെടട്ടെ. തലമുറകൾ തുറക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുകയാണ്. സഭകൾ തുറക്കപ്പെടട്ടെ. ഉണർവിന് വേണ്ടി നിയോഗിച്ച സഭകൾ തുറക്കപ്പെടട്ടെ. അവരെ ഒതുക്കി വെച്ചിരിക്കുന്ന അന്തരീക്ഷങ്ങൾ in the name of Jesus പൊളിഞ്ഞു പോകട്ടെ. Oh Jesus. റാസ്മാഖയാലാതെ തുറക്കപ്പെടട്ടെ. ഈ അന്തരീക്ഷത്തിൽ തുറക്കപ്പെടുകയാണ്. ഏലിയാവേ, വിഷനുണ്ട്, പക്ഷേ നിന്നെ ചൂരച്ചെടിയുടെ അന്തരീക്ഷത്തിലേക്ക് ഒതുക്കിക്കളഞ്ഞ് നീ ഏകനാണെന്നുള്ള തോന്നിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് ഇന്ന് പകലിൽ നിനക്കു വേണ്ടി നിന്റെ മേൽ ആ വിഷനെ റീഓപ്പൺ ചെയ്ത ആ വിഷനിലേക്ക് നിന്നെ തുറന്നുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതിന്, ആ വിഷന് കൂടെ നിൽക്കേണ്ടതിനായി രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും പാലിന് പുട്ടുമടങ്ങാത്ത 7000 പേരെയും ഞാൻ നിനക്ക് തോന്നു തരികയാ. സ്വീകരിക്കുക. In the name of Jesus. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും.